എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ മധ്യവേനലവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യശീലങ്ങൾ നമ്മൾ പാഠമാക്കണം. മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കണം. ഡെങ്കിപ്പനി, എലിപ്പനി, വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം തുടങ്ങിയ പല പകർച്ചവ്യാധികളെയും കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികൾക്ക് നൽകുന്ന ആരോഗ്യ അറിവുകൾ വീട്ടിലേക്ക് എത്തിക്കാനും നമുക്കാകണം. എപ്പോഴും സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ വൃത്തിയുള്ള ആഹാരം മാത്രമേ കൊടുക്കാവൂ. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ കൊടുക്കാവൂ. ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ നിരവധി മറ്റു രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ളതിനാൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയത് ആയിരിക്കണം. ഇലക്കറികൾ, പച്ചക്കറികൾ കൂടുതൽ അടങ്ങുന്ന വീട്ടിലുണ്ടാക്കിയ സമീകൃത ആഹാരം ഉച്ചയൂണായും സ്നാക്സായും കുട്ടികൾക്ക് കഴിക്കാനായി കൊടുത്തു വിടുക. പുറത്തുനിന്നുള്ള ഭക്ഷണം സ്ഥിരമായി കൊടുക്കാതിരിക്കുക. ധാരാളം വെള്ളം കുടിക്കണം. ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയതിന് ശേഷം നിർബന്ധമായി കൈകൾ നന്നായി കഴുകാനായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതാണ് നല്ലത്. മാങ്ങ, പപ്പായ, നെല്ലിക്ക തുടങ്ങിയ പ്രാദേശികമായി കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ ധാരാളം നൽകുക. വൈറ്റമിൻ സി കിട്ടാൻ കുട്ടികൾക്ക് നാരങ്ങ വെള്ളം ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കാതെ ശ്രദ്ധിക്കണം. മഴ നനയാതിരിക്കാൻ കുടയോ റെയിൻകോട്ടോ കുട്ടികൾക്ക് രക്ഷിതാക്കൾ നൽകണം. കുട്ടികൾ മഴ നനഞ്ഞു വന്നാൽ തല തോർത്തിയ ശേഷം ഉണങ്ങിയ വസ്ത്രം ധരിപ്പിച്ച് കുടിക്കാൻ പോഷകഗുണമുള്ള ചൂടുപാനീയങ്ങൾ, അതായത് ചൂട് കഞ്ഞിവെള്ളം, ചൂടുപാൽ എന്നിവ നൽകാവുന്നതാണ്. മഴയുള്ള സമയത്ത് കുട്ടികൾക്ക് വൈറൽ പനിയും ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മറ്റു കുട്ടികളിലേക്ക് അവ പകരാതിരിക്കാൻ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തുവാല ഉപയോഗിച്ച് വായും മൂക്കും മൂടാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. പനിയുള്ള കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. കൃത്യമായ ചികിത്സ കുട്ടികൾക്ക് ഉറപ്പാക്കുകയും ചെയ്യണം. കുട്ടിക്ക് മലിനമായ വെള്ളവുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കണം. അധ്യാപകർ കുട്ടികളെ നിരീക്ഷിച്ച് സുഖമില്ലാത്ത കുട്ടികളുടെ വിവരം രക്ഷിതാക്കളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. വിഷമിച്ച് ഉൾവലിഞ്ഞു നിൽക്കുന്ന കുട്ടികൾ, ഭിന്നശേഷി കുട്ടികൾ എന്നിവർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കി സ്നേഹവും പ്രോത്സാഹനവും നൽകുക. ക്ലാസ് മുറികളുടെയും സ്കൂൾ പരിസരത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക. അപകടകരമായ സാഹചര്യം കണ്ടാൽ പരിഹാരത്തിനായി അധ്യാപകരെ വിവരം അറിയിക്കാനായിട്ട് കുട്ടികളോട് പറയുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളെ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതും ആയിട്ടുണ്ട്.